കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതിയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് സ്വതന്ത്രമായി മത്സരിച്ചെത്തിയവരെ തിരഞ്ഞെടുത്തതിൽ മുസ്ലിം ലീഗിൽ അതൃപ്തി. നേതൃത്വം ഒരു വിഭാഗത്തിനോട് മാത്രം ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്ന ആക്ഷേപം. ലീഗ് സംസ്ഥാന നേതൃത്വം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ 14 സീറ്റ് വീതമാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമുള്ളത്. ലീഗിൽ 12 പേർ പാർട്ടി ചിഹ്നമായ കോണി ചിഹ്നത്തിലുമാണ് മത്സരിച്ച് വിജയിച്ചത്. എന്നാൽ ഇവരെ തഴഞ്ഞ് സ്വതന്ത്രരായി മത്സരിച്ച് ലീഗിനൊപ്പം കൂടിയ 2 കൗൺസിലർമാർക്ക് താക്കോൽ സ്ഥാന പദവി നൽകിയതിലാണ് അതൃപ്തി പുകയുന്നത്. കോർപ്പറേഷനിലെ പാർട്ടി ലീഡർ സ്ഥാനവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവുമാണ് സ്വതന്ത്രരായി മത്സരിച്ചെത്തിയവർക്കായി ലീഗ് വീതം വെച്ചത്. UDF പാർട്ടി ലീഡറായി ഷമീൽ തങ്ങളും സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് കവിത അരുൺ എന്നിവരുമാണ് ലീഗ് ഉന്നതാധികാര സമിതിയുടെ മൗനാനുവാദത്തോടെ മുഖ്യപദവിയിലേക്ക് എത്തിച്ചേർന്നത്. ലീഗ് ഉന്നതാധികാര സമിതി അംഗവും MLA-യുമായ MK മുനീർ, സംസ്ഥാന സെക്രട്ടറി KM ഷാജി തുടങ്ങിയവർ ഉൾപ്പെടെ നടത്തിയ ചർച്ചകൾക്കൊടുവിലായിരുന്നു ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിത നീക്കം. ലീഗിനും കോൺഗ്രസിനും തുല്യ സീറ്റായതിനാൽ 2.5 വർഷമായിരിക്കും ഇരുവർക്കും പദവി വഹിക്കാനുള്ള കാലാവധി. നിലവിൽ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന അമർഷം നേതാക്കളെ അറിയിക്കാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങുന്നതിന് മുൻപേ ഇക്കാര്യം ലീഗ് നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതേസമയം വിജയസാധ്യത നോക്കിയാണ് ഇരുവരും സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചതെന്നും പദവികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കവിത അരുണും ഷമീൽ തങ്ങളും ലീഗ് കൗൺസിൽ പാർട്ടി അംഗത്വമുള്ളവരുമാണെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. KB ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.